ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്ലോകം തിരോഭൂതേ സ്വാത്മനി അമലതര തേജോവതി പുമാൻ അനാത്മാനം മോഹാദഹമിതി ശരീരം കലയതി തത കാമക്രോധ പ്രഭൃതിഭിഃ അമും ബന്ധനഗുണൈഃ പരം വിക്ഷേപാഖ്യ രജസഃ ഉരുശക്തിർവ്യഥയതി. ഈ ശ്ലോകത്തിന്റെ കുറച്ച് അർത്ഥങ്ങളാണ് നമ്മൾ നോക്കിയത്. അതില് പരം വിക്ഷേപാഖ്യാരജസഹ അവിടെ തൊട്ടുള്ള ഭാഗം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആഴ്ന്ന ഉറക്കത്തില് കള്ളനും പോലീസും മന്ത്രിയും കൃഷിക്കാരനും നമ്മുടെ ഓരോ ഈ ശരീരം കൊണ്ടുള്ള ഓരോ ബന്ധങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോ അവിടെ പറഞ്ഞു മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി. ഒന്നുമില്ല, ആ സമയങ്ങളിൽ ഒന്നുമില്ല. ഉണർന്ന ഉടനെയോ ദേഷ്യം, സങ്കടം, ഇഷ്ടം, അനിഷ്ടം എല്ലാം വരുന്നു. അതാണ് അവിടെ പറഞ്ഞത്. ഒരു മിനിറ്റ്, 1-2 പേര് കൂടെ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കയറിക്കോട്ടെ. അപ്പോ ആദ്യം നമ്മൾ എന്താ ഉണ്ടാവണെന്നാ പറഞ്ഞേ? ആദ്യം അജ്ഞാനമുണ്ട്. പിന്നെ ഞാൻ എന്ന ബുദ്ധി ശരീരത്തില് ഞാൻ ശരീരമാണ് എന്ന ബുദ്ധി ആയി കഴിയുമ്പോ പിന്നെ ആണ് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം തുടങ്ങുന്നത്. അപ്പൊ അതിലൂടെ പറയുന്നു പരം എന്നുള്ള വാക്ക് വരുമ്പോ ആഭരണശക്തിക്കും പുറമെ വേറെ ആയിട്ടുള്ള പരം വിശേഷാഖ്യ വിക്ഷേപാഖ്യ. പരം വിക്ഷേപാഖ്യ. എന്താണ് വിക്ഷേപാഖ്യ എന്ന് പറഞ്ഞാൽ? വിക്ഷേപം എന്ന് പേരുള്ള, ആഖ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരുള്ളത് എന്നർത്ഥം. വിക്ഷേപ ആഖ്യ, വിക്ഷേപം എന്ന് പേരുള്ള രജസഹ, തമോ ഗുണത്തിന്റെ. ഇവിടെ രജസം ഇവിടെ തമോ ഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. തമോ ഗുണത്തിന്റെ ഒരു ശക്തി വ്യതയതി. ഒരു ശക്തി, ദൃഢമായ ശക്തി, ഉറപ്പുള്ള ഒരു ശക്തി, ഭയങ്കര ബലത്തോടു കൂടിയ ഒരു ശക്തി. വ്യഥയതി എന്ന് പറഞ്ഞാൽ ദുഃഖിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു, വിഷമിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. വ്യഥയതി. അപ്പൊ വിക്ഷേപശക്തി കാമക്രോധാദികളാൽ ജീവനെ വാട്ടുന്നു. കാമക്രോധാദികളാൽ ജീവനെ വാട്ടുന്നു. അപ്പോ അതെങ്ങനെയാന്ന് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നത് ദുര്യോധനന്റെ കാര്യം പറയാം. ദുര്യോധനൻ പറയും, എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഓക്കെയാണ്, ഞാൻ ഇവിടുത്തെ രാജാവായിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാവരും സുഖ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യണ്ടേ? അയാൾ സന്തോഷമായിട്ടിരിക്കുകയല്ലേ വേണ്ടേ? ആനന്ദമായിട്ടിരിക്കണം, ഒന്നിനൊരു കുറവില്ല. പക്ഷേ പാണ്ഡവന്മാർക്ക് സുഖം എന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രയാസം എന്നങ്ങേര് പറയുന്നത്. പാണ്ഡവന്മാര് സുഖമായിട്ടിരിക്കുന്നു, അവർക്ക് എന്തെല്ലാം നമ്മൾ അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും പിന്നെയും അവർ സുഖമായിട്ടിരിക്കുന്നു, ഇതാണ് എന്റെ പ്രയാസം എന്ന്. അപ്പൊ മനുഷ്യന്റെ മനസ്സ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതുകൊണ്ട് സന്തോഷിച്ച് ആനന്ദമായിട്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും പുറത്തേക്ക് നോക്കുന്നു, മറ്റുള്ളവരെ നോക്കുന്നു. അപ്പോ മറ്റുള്ളവരുടെ സന്തോഷത്തെ നമ്മുടെ സന്തോഷമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് വേണ്ടത്. പക്ഷെ അത് സാധിക്കുന്നില്ല. ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് അസൂയപ്പെടുകയോ അവനവന്റെ മനസ്സിനെ വിഷമിപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ മേലെ. മറ്റുള്ളവർക്ക് അവരുടെ കർമ്മഫലം അനുസരിച്ചുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുന്നു. നമുക്ക് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ കർമ്മഫലം ഇതാണ്. ഇനിയും നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ അറിയാതെ ഉണ്ടെങ്കിൽ നമുക്കും ഒരു പക്ഷേ നല്ലതൊക്കെ വന്നേക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ. അതിന് പകരം വേറൊരാൾക്ക്
ഉണ്ടാകുന്ന ഗുണങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുക, നമ്മുടെ സന്തോഷം കളയുക. നമ്മുടെ സൗകര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ അതിനെ ആസ്വദിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ കലുഷമാക്കുക, അതല്ലേ ഏറ്റവും വലിയൊരു കുഴപ്പം. അപ്പോ അങ്ങനെ ചെയ്യുന്നതാണ് ഈ വിക്ഷേപശക്തി ചെയ്യുന്ന കാര്യങ്ങൾ. അതൊരുപാട് മനസ്സിനെ പിടിച്ച് ആ രീതിയിലേക്ക് ആക്കിക്കളയും. അപ്പോ അടുത്ത ശ്ലോകത്തില് ഈ എങ്ങനെയായി ബന്ധം വന്നു എന്നുള്ളത് നമ്മളിപ്പോ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശ്ലോകം കൂടെ അതിനെക്കുറിച്ച് പറയും, ഈ ബന്ധനം വന്നതിന്റെ കാര്യത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള ആത്മാവിനെ ആവരണ ശക്തി മറയ്ക്കുന്നു. എങ്ങനെയുള്ള ആത്മാവിനെ? നേരത്തെ പറഞ്ഞ അഖണ്ഡമായ സച്ചിദാനന്ദമായ ഒന്നു മാത്രമായ നിത്യപ്രകാശമായ സ്വയംഭൂവായ ആത്മാവിനെ ആരെ മറയ്ക്കുന്നത്? ആദ്യം മറയ്ക്കുന്നു, ആവരണ ശക്തി മറയ്ക്കുന്നു. അപ്പോൾ അനാത്മാവിനെ ആത്മാ എന്ന് നിനക്കുകയും കൂടെ ചെയ്യുന്നു. വിക്ഷേപശക്തി അങ്ങനെ ചെയ്യിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്. എന്ത് ചെയ്യുന്നു? അനാത്മാവിനെ, ഈ ശരീരത്തിനെ ആത്മാ എന്ന് നിനയ്ക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ്? മോഹത്താൽ, ആഗ്രഹത്താൽ, അങ്ങനെയൊക്കെയാണ്. അത് വിശദമായിട്ട് പറയും ഇനി. അപ്പൊ ശരീരത്തെ, അനാത്മാവിനെ ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിനെ, അത് അനാത്മാവാണ്. അതിനെ ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ രാഗദ്വേഷങ്ങൾ വരുന്നു. അപ്പോഴാണ് രാഗദ്വേഷങ്ങൾ വരിക. അപ്പോൾ അതിൽ സുഖം ലഭിക്കും ചില സമയങ്ങളിൽ, പിന്നെ വീണ്ടും അതിൻ്റെ കൂടെ ദുഃഖമുണ്ടാവും. അപ്പൊ ദുഃഖിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ദുഃഖത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ തുടങ്ങുക? ആദ്യം എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ കൂടെയുള്ളവരാണ്, എൻ്റെ വീട്ടിലുള്ളവരാണ്, പിന്നെ അല്ല അയലോക്കത്തുള്ളവരും കൂടെ ഉണ്ട്, അത് ദുഃഖത്തിന് കാരണമാണ്, പിന്നെ ഇവിടുത്തെ വ്യവസ്ഥിതിയുടെ കുഴപ്പമാണ്, ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. ഇങ്ങനെ പലതും പറയും നമ്മുടെ ദുഃഖത്തിന്റെ കാരണം ചോദിച്ചാൽ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ ദുഃഖം? എന്താണ് നിങ്ങളുടെ വിഷമം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നതെല്ലാം വേറെ 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 കാര്യങ്ങളാണ്. അപ്പോ വേറൊരു ആളെ കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. വേറൊരാളെ കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. നമ്മളെല്ലാം ഓക്കെയാണ്, വേറൊരാളാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇതാണ് 99 അല്ല 100% ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യം. ഇത് തന്നെയാണ് പറയുന്നതും, ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി അറിയാം, നമ്മൾ തന്നെ ഇത്രയും അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ മാറണം. കാരണം ആരുടെയും കുറ്റമല്ല. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജനിച്ചിരിക്കുന്നു, എങ്ങനെ ജനിച്ചിരിക്കുന്നു, എന്ത് ശരീരം കിട്ടിയിരിക്കുന്നു, ശരീരത്തിൽ എന്തെങ്കിലും പോരായ്കൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു, നമ്മുടെ കർമ്മഗതിയെ ആരാണ് നയിക്കുന്നത്? വേറെ ആരുമല്ല, നമ്മൾ തന്നെയാ. നമ്മുടെ പൂർവജന്മ പാപ പുണ്യ ഫലങ്ങളാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ പോകുമ്പോ ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും ഈ ജന്മത്തിലെ ആഗ്രഹങ്ങളും മോഹങ്ങളും കൂടി വന്ന് വീണ്ടും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാരബ്ധത്തിന്റെ കൂടെ പുതിയ കർമ്മങ്ങളും കൂടെ ചേർന്ന് വരുന്നു. അപ്പോ അത് സ്വയം, അപ്പൊ അതുകൊണ്ട് ആരെയും ഇതിനകത്ത് പഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏത് സാഹചര്യത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നു നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ്. ആരാണ് നമ്മുടെ അച്ഛനും അമ്മയും ആകുന്നത് എന്നുള്ളതും നമ്മുടെ കർമ്മഫലമാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന, നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണുള്ളതാണ്, ആരായിരിക്കും, ഏത് ആത്മാവാണ് ഇവിടെ വന്ന് ജനിക്കുന്നത് എന്നുള്ളതും നമ്മുടെ കർമ്മഫലമാണ്. നമുക്ക് കിട്ടുന്ന ജോലി, നമുക്ക് കിട്ടുന്ന ഭക്ഷണം എല്ലാം കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വെള്ളം കിട്ടാത്ത സ്ഥലത്ത് പോയി ജനിക്കുന്നില്ലേ ആൾക്കാര്? ഇപ്പൊ നമ്മൾ കാണുന്നില്ല, ലോകം മുഴുവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെയൊക്കെ ചെന്ന് ജനിക്കുകയും അവിടെ ചെന്ന് താമസിക്കേണ്ടി വരികയും ചെയ്യുന്ന ആത്മാവ് ആരുടെ കുറ്റം കൊണ്ടാണ്? അതിനാരും വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ് അതിനൊക്കെ ആൾക്കാർ. അങ്ങനെ സംഭവിക്കാനുണ്ട്, അത് സംഭവിച്ചിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യും. ഈ സത്യം മനസ്സിലാക്കിയാൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നൊരു സ്വഭാവം മാറും. സ്വയം സമാധാനിക്കാനും സാധിക്കും. ഈ ജന്മമെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്ത് ഇനി എനിക്കൊന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനും സാധിക്കും. അപ്പോ വേറൊരാൾ കൊണ്ടാണ് ദുഃഖം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാധാരണ? അപ്പൊ ഏതാണോ കാരണം അതിനെ നമ്മൾ മാറ്റാൻ പ്രയത്നിക്കും, അതിലും ചെയ്യാം. അപ്പൊ വേറൊരാളാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ മാറ്റാൻ ശ്രമിക്കും. അതാണല്ലോ സംഭവിക്കുക. അങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ? വേറൊരാളെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരാളെയും വേറൊരാൾക്ക് മാറ്റാൻ പറ്റില്ല. അത് വെറുതെ ഒരു ധാരണ മാത്രമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാ, ഒട്ടും പറ്റില്ല. ആർക്കും ആരെയും മാറ്റാൻ പറ്റില്ല. അവനവൻ മാറണമെങ്കിൽ അവനവൻ തന്നെ വിചാരിച്ചാലേ പറ്റൂ.
നമ്മുടെ ദുഃഖ കാരണം നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിലെ ചില ഗുണങ്ങൾ, നമ്മുടെ മനസ്സിലെ ചില പ്രശ്നങ്ങളാണ് നമ്മുടെ വേദനയ്ക്ക് കാരണം, നമ്മുടെ ദുഃഖത്തിന് കാരണം എന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ ചില സ്വഭാവമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സ്വയം മാറാം. അത് ഈ മനുഷ്യന് മാത്രമേ ആ ഒരു ശക്തി ഈശ്വരൻ തന്നിട്ടുള്ളൂ. നമുക്ക് സ്വയം മാറാം. വേറൊരാളെ മാറ്റാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ ശ്രമിച്ചോളൂ, ഒരാളെ മാറ്റാൻ സാധിക്കില്ല. ഓരോരുത്തർക്കും ഓരോ ഉള്ളിൽ ഓരോരോ തീരുമാനങ്ങളും ഓരോ വിശ്വാസങ്ങളും ഉണ്ട്. അതൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ സ്വയം വിചാരിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അയാള് നല്ല ഗുരുവിനെ കണ്ടു ഉപദേശങ്ങൾ കിട്ടി മോശമായിട്ട് നടക്കുന്ന ഒരാൾക്ക് നല്ല ഗുരു ഉപദേശത്തിൽ കൂടി ഒരു വിവേകം ജനിച്ച് അയാൾക്ക് മാറാം. പക്ഷെ നമ്മൾ വിചാരിച്ചപ്പോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ദുഃഖകാരൻ ഇന്ന ആളാണ്, അയാളെ ഒന്ന് മാറ്റിയേക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് നടക്കുന്ന കാര്യമേ അല്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കരുത്. വേറൊരാളാണ് നമ്മുടെ ദുഃഖകാരണം എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ദുഃഖങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ ചില സ്വഭാവങ്ങളിൽ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിലെ സ്വഭാവങ്ങളാണ്. അതിന്റെ ചിലത് ഇപ്പോഴും അതിന്റെ ശക്തി കൊണ്ട് ഇപ്പോഴും അത് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിച്ചാൽ നമ്മുടെ ഈ ദുഃഖങ്ങൾക്ക് അറുതി വരും എന്നുള്ള വിശ്വാസം ഉണ്ടാകണം. അതിനാണ് നമ്മൾ ഈ ഉപനിഷത്തൊക്കെ പഠിക്കുന്നത്. അപ്പോ ഈ നമ്മളെ തന്നെ വിഷമിപ്പിക്കുന്ന ഈ ഗുണങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പൊ നമ്മൾക്ക് സ്വയം മാറാൻ പറ്റും. അതിന് വേറെ ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട. നമുക്ക് സ്വയം നമ്മളെ മാറ്റിയെടുക്കാം. അപ്പൊ ഈ ഗുണങ്ങൾ എങ്ങനെയാ വരുന്നത്? ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ദേഷ്യമുള്ള ആളാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. അത് നമ്മൾ അങ്ങനെ പറയുന്നതെല്ലാം ഈ ശരീരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. മൊത്തം ശരീരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേ നമ്മൾ പറയുള്ളൂ. ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പിന്നെ മറ്റു ശാരീരികമായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളോ മറ്റുള്ളതെല്ലാം ശരീരമായിട്ട് ബന്ധപ്പെടുത്തി പറയും. പിന്നെ കേൾവി, ഓരോ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് അതാണ് ഇഷ്ടം, എനിക്ക് ഇതാണ് ഇഷ്ടം, അല്ലാത്തത് എനിക്ക് ഇഷ്ടമല്ല. എത്രയോ കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ എന്ത് ചെയ്യാനാ, എന്റെ ഒരു ഗതികേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തും, സ്വയം കുറ്റപ്പെടുത്തും. പക്ഷെ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചില സ്വഭാവങ്ങളെ മാറ്റിയാൽ, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള വിചാരത്തിൽ നിന്ന് ഈ ശരീരം കൊണ്ടുണ്ടാകുന്ന ആ സ്വഭാവങ്ങളെ മാറ്റിയാൽ, നമുക്ക് വിഷമം തരുന്ന ആ സ്വഭാവങ്ങളെ മാറ്റിയാൽ നമ്മളിൽ നിന്ന് ആ വിഷമം പോകും. അപ്പൊ വേദാന്തം എത്രമാത്രം നല്ലതാണ് എന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ വേദാന്തത്തിന്റെ ഗുണം മനസ്സിലാവുന്നത് അവനവന്റെ ദുഃഖത്തെ അവനവന്റെ പരിവർത്തനം കൊണ്ട് മാറ്റാം എന്ന് അറിയുമ്പോഴാണ് വേദാന്തം പഠിക്കുന്നതിന്റെ ശരിയായ വില മനസ്സിലാവും. അതുവരെ നമുക്ക് മനസ്സിലാവില്ല. മനുഷ്യന് മാത്രമായി കിട്ടിയിരിക്കുന്ന പരിവർത്തനം എന്നുള്ള ആ ഒരു ക്വാളിറ്റി, ചെയ്യാൻ പറ്റും, സ്വയം മാറാൻ പറ്റും എന്നുള്ള ഒരു ക്വാളിറ്റി ഇൻബിൽട്ട് അല്ല. മറ്റു ജീവികൾക്കൊക്കെ ഇൻബിൽട്ടാണ്, അവർക്ക് മാറാൻ പറ്റില്ല. അവരുടെ സ്വഭാവം എന്താണോ സൃഷ്ടിച്ചു വിട്ട പോലെ തന്നെ അവരുടെ ശരീരം പോകുന്നിടം വരെ പറ്റുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. ഏത് രീതിയിൽ വന്ന് ജനനവും എടുത്താലും നല്ലൊരു ഗുരു ഉപദേശം കൊണ്ട് സ്വയം പ്രയത്നിച്ച് ഇന്നല്ലെങ്കിൽ നാളെ സ്വഭാവത്തെ മാറ്റി കൊണ്ടുവരാൻ വേദാന്തത്തിലൂടെ പോയാൽ സാധിക്കും. അപ്പോഴാണ് വേദാന്തത്തിന്റെ മഹിമ അവിടെ മനസ്സിലാവുന്നത്. വേദാന്തം ഞാൻ ആര് എന്നാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ ശരീരമല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് എത്ര നാളായി? ക്ലാസ് തുടങ്ങിയിട്ട് എത്രയോ ഒരു വർഷമായി ഇല്ലേ? 2-3 വർഷമായി. അപ്പൊ എന്താണ് ഇത് മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? എന്താണ് എല്ലാ ഗ്രന്ഥങ്ങളും എന്താ നമ്മളോട് പറയുന്നത്? ഞാൻ ആര്, ഞാൻ ആര്, ഞാൻ ആര്, ഈ ശരീരമല്ല, ഈ ശരീരമല്ല, ഈ ശരീരമല്ല, ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയാണ് ഞാൻ. ഞാൻ ബാലനായിരുന്നു, ഞാൻ യുവാവായിരുന്നു, ഞാൻ പ്രായമുള്ള ഒരാളായി, വയസ്സനായി, അങ്ങനെ നമ്മുടെ എല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഞാനുണ്ട്. ഞാനാണെല്ലാം. ആ ഞാൻ ആര് എന്നാണ് പറഞ്ഞു തരുന്നത്. ആ ഞാൻ നാശമില്ലാത്ത ഒരു ശക്തിയാണ്, എപ്പോഴും ആനന്ദത്തിലിരിക്കുന്ന ഒരു ശക്തിയാണ്. എനിക്ക് ജനനവും മരണവും ഇല്ല. ഈ ശരീരമാണ് ജനിക്കുന്നതും മരിക്കുന്നതും. ഞാൻ എൻ്റെ കർമ്മങ്ങളെ കൊണ്ടൊരു ശരീരം എടുക്കുന്നു, അത് കുറച്ചു കാലം കഴിഞ്ഞ് അത് പോകുന്നു, വീണ്ടും കർമ്മഫലം കൊണ്ട് ശരീരം എടുക്കുന്നു. ഞാൻ എന്നും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ആത്മീയ ഗ്രന്ഥങ്ങൾ. അപ്പോ
വേദാന്തം ഞാൻ ആര് എന്ന അറിവിനെ നൽകുന്നു. ലോകം ദുഃഖകാരണം എന്ന് വിചാരിക്കുന്നവനോട്, ഈ ലോകമാണ് ദുഃഖകാരണം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് അല്ലെ. നമുക്ക് നമ്മുടെ ദുഃഖകാരണം എന്താ? ഈ പുറത്തുള്ളതൊക്കെ ദുഃഖകാരണമാണ്. അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം, ഇത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം, ചിലത് കിട്ടിയാൽ ദുഃഖം, ചിലത് വീട്ടിൽ വന്നാ ദുഃഖം, ചിലത് വീട്ടിൽ നിന്ന് പോയാ ദുഃഖം, ചില ആൾക്കാർ വീട്ടിൽ വന്നാ ദുഃഖം, ചില ആൾക്കാർ വീട്ടിൽ നിന്ന് പോയാ ദുഃഖം. ഇങ്ങനെ എല്ലാത്തിനും ഈ ലോകമാണ് ദുഃഖ കാരണം. നമുക്ക് സന്തോഷത്തിന്റെ കാരണം ലോകം തന്നെ, ദുഃഖ കാരണം ലോകം തന്നെ. അപ്പോ വേദാന്തം പറഞ്ഞാല് അപ്പോ എന്തു പറയും? അതൊക്കെ വയസ്സാവുമ്പോ നോക്കാന്ന് പറയും. ദുഃഖ കാരണം ലോകമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ വേദാന്തം ഒക്കെ പിന്നെ പറഞ്ഞാൽ മതി, വയസ്സാവുമ്പോ പറയാം വേദാന്തമൊക്കെ. ഇപ്പൊ ഞങ്ങൾ ജീവിക്കാൻ വേറെ ഒത്തിരി തത്രപ്പാടിലാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ജീവിക്കാം, വേദാന്തമൊക്കെ നമുക്ക് വയസ്സായിട്ട് നോക്കാം എന്ന് പറയും. കാരണം വേദാന്തം നീ തന്നെയാണ് ദുഃഖകാരണം എന്ന് പറയും. അപ്പൊ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല, ആ പ്രായത്തിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. നീ തന്നെയാണ് ദുഃഖകാരണം എന്ന് വേദാന്തം പറയും. ഇപ്പൊ നമ്മളോടതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവനവന്റെ ദുഃഖത്തിന് കാരണം അവനവൻ തന്നെ എന്ന് പറയുമ്പോൾ അത് ചെറുപ്പക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പുതിയ തലമുറയ്ക്ക് അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നമുക്കും പറ്റാത്തൊരു കാലമായിരുന്നല്ലോ, ഇപ്പോഴല്ലേ നമ്മൾ പതുക്കെ മെല്ലെ മെല്ലെ ഇതിലോട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പോ മനസ്സിലായി, കാരണം അനുഭവത്തിൽ കൂടി മനസ്സിലായി പലതും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല, ഇതൊക്കെ ഓൾറെഡി ഒരു തീരുമാനങ്ങളുണ്ട്, അതിനനുസരിച്ച് പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകാം, വാശി പിടിച്ച് നമ്മൾ പോകുന്നിടത്ത് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ ദുഃഖമാണ് ഫലം എന്നൊക്കെ നമ്മുടെ അനുഭവത്തിൽ മനസ്സിലായി. ഇത്രയും കാലം ജീവിച്ച് പല പല കാര്യങ്ങളിൽ കൂടെ പോയപ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേദാന്തം പഠിക്കാൻ തീരുമാനിച്ചത്. വേദാന്തത്തിലേക്ക് വന്നപ്പോൾ അത് ഒന്നുകൂടെ ഉറപ്പായി, ശരിയാണ് ഈ പറയുന്നത്, വേദാന്തത്തിൽ പറയുന്നത് ശരിയാണ്, എന്റെ അനുഭവം അത് തന്നെയാണ് കാണിച്ചു തരുന്നത് എന്ന് ഇപ്പൊ ബോധ്യമായപ്പോ ഇനി ആ തിക്താനുഭവങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എനിക്ക് എങ്ങനെ മോചനം കിട്ടാം? ഇനി എനിക്കൊരു ശരീരം വേണ്ട, ഞാൻ എന്താണോ ഞാൻ അതായിട്ട് നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആര് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ ഗുരുനാഥന്മാരെ സമീപിക്കുന്നു, അവർ നമുക്ക് ആ ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. വേദാന്തം പറയുന്നു നിന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെ. വേദാന്തത്തിൽ മുന്നേറണമെങ്കിൽ എന്റെ ദുഃഖ കാരണം ഞാൻ തന്നെ എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്കുള്ളൊരു ഉപദേശമാണ്. നമ്മൾ ഈ പഠിക്കുന്ന വിവേക ചൂടാമണി മുതലായ ഗ്രന്ഥങ്ങളിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആയി വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അന്തിമ ലക്ഷ്യമായ ഞാൻ ആര് എന്നുള്ള മനസ്സിലാക്കൽ പ്രാവർത്തികമാകണമെങ്കിൽ എന്റെ ദുഃഖ കാരണം ഞാൻ തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് പഠിക്കുന്ന നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകരുത്, ആരെയും പഠിപ്പിക്കാൻ പോകണ്ട. അവനവൻ മനസ്സിലാക്കുക, എന്റെ ഇന്നത്തെ എനിക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ തന്നെയാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുക. എന്നാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് വിവേക ചൂടാമണി ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമായി വരികയും ഞാൻ ആര് എന്നുള്ള ആ കാര്യം മനസ്സിലാകുകയും ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ സ്വന്തം ദുഃഖത്തിന് കാരണം ഞാൻ തന്നെയാണ് എന്ന് ഗ്രന്ഥം പറഞ്ഞു തരുന്ന, വേദാന്തം പറഞ്ഞു തരുന്ന ആ സത്യത്തെ ഉൾക്കൊള്ളണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ശരീരാഭിമാനം മാറ്റിവെക്കാം. തീരുമാനം എടുക്കണം ഉടനെ, ശരീരാഭിമാനത്തെ മാറ്റുക. പക്ഷെ നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കേണ്ടത്, പല കാര്യങ്ങൾക്കും നമുക്ക് ഇടപെടേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഉള്ളിന്റെ ഉള്ളില് ഈ ശരീരാഭിമാനത്തെ വെക്കരുത്. പുറത്തൊക്കെ വേണ്ടി വരും. ഇപ്പൊ അച്ഛനായിട്ട് കഴിയേണ്ടി വരും, അമ്മയായിട്ട് ജീവിക്കേണ്ടി വരും, ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും, ഭർത്താവായിട്ട് ജീവിക്കേണ്ടി വരും. അവിടെയൊക്കെ ശരീരാഭിമാനം കൊണ്ട് നടക്കേ പറ്റുള്ളൂ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അറിയണം, ഈ ശരീരമല്ല ഞാൻ. ഇതെനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നു, എനിക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ ഞാൻ അഭിനയിച്ചു തീർക്കുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം ആ അഭിനയം നടത്താൻ. അല്ലാതെ ഞാൻ അതിന്റെ ഒറിജിനൽ ആണെന്ന് വിചാരിക്കരുത്. ഞാൻ ഒറിജിനല്ല, ഞാൻ അഭിനയിക്കുകയാണ്, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭർത്താവായിട്ട് അഭിനയിക്കുന്നു, ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുന്നു, ഞാൻ ഓഫീസിലെ ജോലിക്കാരനായിട്ട് അഭിനയിക്കുന്നു, എനിക്ക് തന്നിട്ടുള്ള റോള് ഞാൻ ഭംഗിയായിട്ട് ധർമ്മനിഷ്ഠനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ പതുക്കെ പതുക്കെ സമയമാകുമ്പോൾ ഞാൻ ആര് എന്ന്
എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി എനിക്ക് തിരിച്ചറിവ് തരും. നീ തന്നെയാണ്, നീ ഞാൻ തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് പറഞ്ഞു തരും. തത്വമസി എന്ന് പറഞ്ഞു തരും. അപ്പോ സ്വയം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാദ്യ പടിയായിട്ട് വേണ്ടത് എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഏതാഭ്യാമേവ ശക്തിഭ്യാം ബന്ധ പുംസ സമാഗതഃ യാഭ്യാം വിമോഹിതോ ദേഹം മത്വാത്മാനം ഭ്രമത്യയം. ഏതാഭ്യാമേവ ശക്തിഭ്യാം ബന്ധ പുംസ സമാഗതഃ യാഭ്യാം വിമോഹിതോ ദേഹം മത്വാത്മാനം ഭ്രമത്യയം. ഈ ശ്ലോകത്തിൽ കാര്യമായിട്ട് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല ഈ ശ്ലോകത്തിൽ. ഇത് വെറുതെ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് വരെയിട്ട് ഉറപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ആ ബന്ധനത്തിന്റെ കാര്യങ്ങളെ ഒന്നുകൂടെ, എന്തുകൊണ്ടാണ് ബന്ധവും ബന്ധനവും ഒക്കെ ഉണ്ടായത് എന്നുള്ളതിനെ ഒന്നുകൂടെ പറയണു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് എക്സ്പ്ലനേഷൻ ഇതിനില്ല. നമുക്ക് അതിന്റെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് നോക്കിയാൽ മതി. അത്രയും ആവശ്യമുള്ളൂ. ഇവിടെ പുതിയതായിട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പിക്കുന്നു എന്ന് മാത്രം. ഏതാഭ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളെയാണ് നേരത്തെ പറഞ്ഞത് അല്ലേ? എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത്? രണ്ട് ശക്തിയുണ്ട് മായയ്ക്ക് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ് രണ്ടെണ്ണം? ആവരണ ശക്തിയും വിക്ഷേപ ശക്തിയും. നമ്മൾ മായ 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 എന്ന് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. അയ്യോ എല്ലാവരും മായയല്ലേ എന്നൊക്കെ പറയും. നമ്മൾ വലിയ വീരവാദമൊക്കെ അടിക്കും. നമ്മളെല്ലാം അറിഞ്ഞ പോലെയൊക്കെ സംസാരിക്കും. പക്ഷെ ഈ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നോ? ആലോചിച്ച് നോക്കിയാലും ഉണ്ടായിരുന്നില്ല. ആവരണ ശക്തി വിക്ഷേപ ശക്തി എന്ന് രണ്ട് സൂത്രം ഉപയോഗിച്ചാണ് മായ നമ്മളെ കുടുക്കണമെന്ന് നമുക്ക് മനസ്സിലായിരുന്നോ? ഇല്ല. മായ എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ മായ മായ എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ക്ലിയർ ആയി. ശങ്കരാചാര്യസ്വാമി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. മായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? രണ്ട് ശക്തിയുണ്ട് അതിന്. അത് ആവരണ ശക്തിയും വിക്ഷേപ ശക്തിയും, ഇത് രണ്ടും ഉപയോഗിച്ചാണ് അത് നിങ്ങളെ സംസാരത്തിലും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് ആചാര്യസ്വാമികൾ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു നമുക്ക്. എന്താണ് ആവരണ ശക്തി എന്ന് പറഞ്ഞു തന്നു. അതായത് യഥാർത്ഥത്തെ മറയ്ക്കുന്നത് ആവരണ ശക്തി. കയറും പാമ്പിന്റെ ഉദാഹരണം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. കയറുണ്ട് അവിടെ, പക്ഷെ ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ കയറാണെന്ന് അറിയുന്നില്ല, സത്യത്തെ മനസ്സിലാക്കുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ആ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ശക്തി, അതാണ് ആവരണ ശക്തി. അതിനുശേഷം എന്താ ചെയ്യുന്നത്? കയറിന്റെ സ്ഥാനത്ത് പാമ്പിനെ കാണുന്നു. ഇനി കാണാതിരുന്ന പോട്ടെ, അതല്ലല്ലോ, അവിടെ പാമ്പിനെ കാണുന്നു. അപ്പൊ എന്തായി? വിക്ഷേപ ശക്തി അവിടെ പാമ്പിനെ പ്രൊജക്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ശക്തികളും കൂടിയിട്ടാണ് ഈ ലോകത്തിലെ സകല കാര്യങ്ങളെയും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അതായത് എങ്ങനെ? ആവരണ ശക്തി ആരെ മറച്ച? ആദ്യം ആത്മാ, ഞാൻ എന്നുള്ളതിനെ മറച്ചു. ഞാൻ ആത്മാ എന്നുള്ളതിനെ ആദ്യമേ മറച്ചു. ഇതെന്ന് മറച്ചു എന്ന് ചോദിച്ചപ്പോ പറയാൻ പറ്റില്ല. അനാദിയാണ് ആ അജ്ഞാനം, അനാദിയാണ്. എന്നാണ് ആ മറയ്ക്കൽ ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല ആർക്കും. പക്ഷെ മറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ മറയ്ക്കലിനെ, ആ മറയെ നിങ്ങൾക്ക് മാറ്റാം എന്നും പറഞ്ഞു തരുന്നതാണ് വേദാന്തം. അപ്പോ അജ്ഞാനം കൊണ്ടാണ് ആ മറവ്. അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ നീങ്ങിയാൽ പിന്നെന്താ? അറിവില്ലായ്മ നീങ്ങിയ അറിവാണല്ലോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കേണ്ട കാര്യമില്ല. അറിവില്ലായ്മയെ മാറ്റിയാൽ ഓക്കെ. അപ്പൊ ഈ ശ്ലോകത്തിൽ പുതിയതായിട്ടൊന്നും ഏതാഭ്യാം, ഈ രണ്ട് ആവരണ വിക്ഷേപ ശക്തികളെ, അപ്പോ ഏതാഭ്യാം ശക്തിഭ്യാം, ഈ രണ്ട് ശക്തികളാൽ, ഏതാഭ്യാം ശക്തിഭ്യാം, ഈ രണ്ട് ശക്തികളാൽ ബന്ധഃ, ബന്ധം, അതായത് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മമതാബന്ധങ്ങളൊക്കെ, ബന്ധഃ പുംസഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവന് എന്നർത്ഥം. പുംസഹ, ബന്ധഃ പുംസഹ, ഈ ജീവന് ബന്ധം, സമാഗതഃ വന്നു ചേർന്നു. ഈ ബന്ധനങ്ങൾ വന്നു ചേർന്നു. എന്തുകൊണ്ട്? ഈ രണ്ട് ശക്തി കൊണ്ട് ജീവൻ ഇവിടെ വന്നപ്പോ ജീവന് ഈ രണ്ട് ശക്തികൾ കാരണം ബന്ധനങ്ങൾ വന്നുപെട്ടു. ബന്ധനം എന്ന് പറഞ്ഞാൽ കെട്ടിയിരുന്ന ബന്ധനമല്ല, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഇതിപ്പോ പഠിച്ചുകൊണ്ട് വരുന്നവരല്ലേ. ബന്ധനങ്ങള്, ഈ ശരീരം കൊണ്ടുള്ള ബന്ധനങ്ങൾ നമുക്കുണ്ടാകുന്നു. യാഭ്യാം, ഈ രണ്ടിനാൽ വിമോഹിതോ ദേഹം, വിമോഹിത, വിശേഷമായ മോഹം വന്നവൻ, അതാണ് വിമോഹിതൻ. ഈ രണ്ട് കൊണ്ട്, ഏതൊക്കെ കൊണ്ട്? ആവരണശക്തിയും വിക്ഷേപശക്തിയും കൊണ്ട് വിശേഷമായ മോഹം വന്നവൻ.
എന്താണ് സമയം? ദേഹം ആത്മാനം മത്വ, ദേഹം ആത്മാനം മത്വ, ദേഹത്തെ ശരീരത്തെ ആത്മാ എന്ന് വിചാരിക്കുന്നു. ശരീരത്തെ ഞാൻ എന്നുള്ളത് ആത്മാ ശരീരം, ശരിയാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുന്നു. അങ്ങനെ രണ്ടും ഒന്നാക്കി ആത്മാവ് ശരീരത്തെ ഒന്നാക്കി കാണുന്നു. ദേഹത്തെ ശരീരത്തെ ആത്മാ എന്ന് വിചാരിച്ച് ദേഹം ആത്മാനം മത്വ, അങ്ങനെ വിചാരിച്ചിട്ട്, മത്വ എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ട്, ഭ്രമതി അയം, അയം ഭ്രമതി, ഇങ്ങനെ ഈ ജീവൻ അലയുന്നു. ഈ ജീവൻ ഭ്രമതി, ഭ്രമതി, ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഭ്രമിച്ച് സംസാര സാഗരത്തില് ഇങ്ങനെ ഭ്രമിച്ച് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ഉടലിന് എന്തെല്ലാം വേണമോ അതെല്ലാം എനിക്ക് വേണം, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ഈ ശരീരത്തിന് എന്ത് വേണമോ അത് എനിക്ക് വേണമെന്നല്ലേ നമ്മൾ പറയുക. വിശപ്പ് ആരുടെ ആവശ്യമാണ്? ശരീരത്തിന്റെ ആവശ്യമാണ്. കണ്ണിന് നല്ല കാഴ്ചകൾ ആരുടെ ആവശ്യമാണ്? ശരീരത്തിന്റെ ആവശ്യമാണ്. ചെവിക്ക് നല്ല ശബ്ദം ആരുടെ ആവശ്യമാണ്? ശരീരത്തിന്റെ ആവശ്യമാണ്. നാക്കിന് നല്ല സ്വാദ് ഉള്ളത് വേണം, ആരുടെ ആഗ്രഹമാണ്? ശരീരത്തിന്റെ. ഇതെല്ലാം ശരീരത്തിനാണ്, ശരീരത്തിൽ കൂടെയല്ലേ അനുഭവിക്കുന്നത്. ശരീരത്തിന്റെ ആഗ്രഹം, ഇന്ദ്രിയങ്ങളാണ് മോഹങ്ങളിൽപ്പെട്ട് ഇതൊക്കെ ചോദിച്ചു മേടിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ അതിന്റെ സുഖത്തിന് വേണ്ടി ചോദിക്കുന്നു. അവസാനം അത് വന്നു കഴിയുമ്പോൾ എന്തായി? നല്ല സ്വാദാണ്, കുറെ കഴിച്ചു, അസുഖം വന്നു, സങ്കടം വന്നു. എല്ലാ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. കണ്ണിൽ കണ്ട് 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 ഒരുപാട് കാരണം കാണുമ്പോ ചിലത് വേണം 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 എന്നുള്ള മോഹം വരും. അത് കിട്ടില്ല, അപ്പൊ സങ്കടമായി. എന്നാ കാണാതിരുന്നാൽ മതിയായിരുന്നു, കുഴപ്പമില്ല, പക്ഷെ കാണണം എന്ന് ആഗ്രഹം വരും. ഇങ്ങനെ നമ്മൾ ഒന്ന് നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞൊന്ന് തപ്പി നോക്കിയാൽ അറിയാം. നമുക്കുണ്ടായ വിഷമങ്ങളുടെ പല കാര്യങ്ങളും നോക്കിയാൽ അറിയാം. അയ്യോ, ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്നും വേണ്ട, അത് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, അറിഞ്ഞതാ കുഴപ്പമായേ, അറിയാതിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ചിലരെന്ത് ചെയ്യും? നമ്മളെ അറിയിക്കാൻ വേണ്ടി, അറിഞ്ഞില്ലേ, ഇന്ന കാര്യം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോ അതേമാതിരി പല സ്ഥലങ്ങളിലേക്ക് പോണ കാര്യം, അയ്യോ ഒന്ന് പോയി, നിങ്ങൾ ഇതുവരെ പോയില്ലേ ആ സ്ഥലത്തേക്ക്, എന്നാ രസമാണെന്നറിയാവോ അവിടെ ചെന്ന് കഴിഞ്ഞാ. അപ്പൊ എന്തായി? ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഉടനെ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു. ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോ ടൂർ അടിച്ചുകൊണ്ടിരിക്കുന്ന കാലം. എത്ര ഈ തീർത്ഥയാത്രകൾ കൊണ്ടുപോകുന്ന ഫേംസ്, അങ്ങനത്തെ ആൾക്കാര് ഇഷ്ടം പോലെയാണ് ഇപ്പോ. എന്തുമാത്രം ഒരു കാലത്ത് നമുക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അന്വേഷിച്ച് പിടിച്ചൊരു ട്രിപ്പുകാരെ കണ്ടുപിടിക്കണം. ഇപ്പൊ അതല്ല, മുക്കിനും മൂലയ്ക്കും എല്ലാം ട്രിപ്പുകാരാണ്. എല്ലാവരും യാത്ര പോകുന്നവരാ, സകലരും യാത്രയോ യാത്രയാ. ഇതെങ്ങനെ വന്നു? ഓരോരുത്തർ പറഞ്ഞു ആ മോഹം വരികയാണ്. അവര് പോയി, നമ്മൾ പോയില്ലെങ്കിൽ എങ്ങനെയാ? അവര് 5 ദിവസത്തെ ട്രിപ്പിന് പോയി, നമ്മൾ 10 ദിവസത്തെ പോകണം. ഇങ്ങനെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, ഓട്ടമോ ഓട്ടം. ഈശ്വരനെ കാണാനായിട്ട് ഓടുക, ഉള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് മുഴുവൻ പോവുക. ആകാം, അതെന്തിനു വേണ്ടിയിട്ടായിരിക്കണം തീർത്ഥാടനത്തിന് പോകണ്ടേ? വിവേകം ഉണ്ടാകണം, വൈരാഗ്യം വരണം, പല സ്ഥലങ്ങളിലെ പല ജനങ്ങളെ കാണണം, പല സ്ഥലങ്ങളിലെ ജീവിത രീതികൾ മനസ്സിലാക്കണം, എല്ലാം അറിയണം. അറിഞ്ഞ് ഈ ശരീരമല്ല ഞാൻ എന്നറിഞ്ഞ് ഇതൊന്നും എനിക്ക് ശാശ്വതമായ സുഖം തരില്ല എന്നറിയാൻ വേണ്ടിയിട്ടായി പോണേ. ഇതങ്ങനെയല്ല, അവിടെ സുഖം ഉണ്ടെന്ന് വിചാരിച്ച് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോവുക, അവിടുത്തെ സുഖം ഉണ്ടാവുന്ന അങ്ങോട്ട് പോവുക. ഉള്ളിലുള്ള ഈശ്വരനെ കാണാൻ എങ്ങും പോണ്ടല്ലോ, ഒരു സ്ഥലത്തേക്ക് പോണ്ട. പക്ഷെ പറ്റുന്നില്ലല്ലോ, അവിടെയല്ലേ. കണ്ണടച്ചൊരു മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? സാധിക്കുന്നില്ല. കണ്ണടച്ചാൽ 100 കൂട്ടം കാര്യങ്ങളാ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചുപേരെ, നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന കുറച്ചുപേരെ, നമുക്കെങ്കിലും ഇത് ചെയ്യാൻ മേലേ? അവനെന്റെ വീട്ടിലിരുന്ന് സ്വന്തം ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അന്തര്യാമിയായ ഭഗവാനെ ഒന്ന് കാണാൻ മേലേ? ഒന്ന് ശ്രമിച്ചു നോക്കണം അന്തര്യാമിയെ കാണാൻ. ഇപ്പൊ ഞാൻ പറയാം, നിസ്സാര അർച്ചന ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ അർച്ചന ചെയ്യുമ്പോ ഒന്ന് ഉള്ളിലേക്ക് അർച്ചന ചെയ്ത് നോക്കൂ. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ച് ഉള്ളിലേക്ക് ആ ഭഗവാനെ കാണൂ. സഹസ്രനാമത്തിലെ ഓരോ നാമവും ഉള്ളിലുള്ള, എൻ്റെ ഉള്ളിൽ എന്നെ ഞാനാക്കി നിർത്തിയിരിക്കുന്ന, എന്നെ താങ്ങി നിർത്തുന്ന, എപ്പോഴും എന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ ഇപ്പോ ലൈവ് ആക്കി നിർത്തിയിരിക്കുന്ന അല്ലയോ ഈശ്വര എന്ന് പറഞ്ഞ് ഉള്ളിലേക്കൊന്ന് ജപിക്കൂ. ഏത് സ്തുതി ചെയ്യുമ്പോഴും ഉള്ളിലേക്ക് ജപിക്കൂ. ദേവി സ്തുതി ചെല്ലുമ്പോൾ ദേവിയായും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ സ്വരൂപമേ, അല്ലെങ്കിൽ ശിവന്റെ ചൊല്ലുമ്പോ ശിവനായി എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ സ്വരൂപമേ,
എല്ലാം ഒന്ന് തന്നെയാണെന്ന് ഞാൻ അറിയുന്നു. എല്ലാ രൂപങ്ങളും എനിക്ക് വേണ്ടി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള ഈ ശക്തി നിലച്ചാൽ പിന്നെ എൻ്റെ ശരീരം മൃതമായി. എന്നെ പിന്നെ ഭൂമിയിലേക്ക് കത്തിക്കുന്നവർ കത്തിച്ചു കളയും, കുഴിച്ചിടുന്നവർ കുഴിച്ചിടും. അല്ലാതെ വേറെ തരത്തില് സംസ്കരിക്കുന്നവർ അങ്ങനെ ചെയ്യും. എൻ്റെ ഈ ശക്തിയാണ് എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹേ ഭഗവാനെ, ഉള്ളിലുള്ള ആ പരമാത്മാവെ എന്നാണ് അങ്ങയെ എനിക്ക് ഒന്ന് ദർശിക്കാൻ പറ്റുക. ചൈതന്യസ്വരൂപമേ എന്നാണ് ഞാനത് മനസ്സിലാക്കുക. എൻ്റെ അജ്ഞാനത്തെ ഒന്ന് മാറ്റി തരണേ. പുറത്തേക്കൊന്നും പോയി പ്രാർത്ഥിക്കണ്ട, അകത്താണ് പ്രാർത്ഥിക്കണ്ടേ. എവിടെയാണ് അജ്ഞാനം മാറണ്ടേ? ഉള്ളിലെ അജ്ഞാനം മാറണ്ടേ, പുറത്തല്ല. രണ്ടജ്ഞാനമാണ് നമുക്കെന്ന് പറഞ്ഞു. ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടജ്ഞാനമാണ് നമുക്ക് ജനിക്കുമ്പോ. ഒന്ന് അവനവനെ കുറിച്ചറിയായിക, രണ്ട് ലോകത്തെ കുറിച്ചറിയായിക. ലോകത്തെ കുറിച്ചുള്ള അറിവുകള് നമ്മൾ വളർന്നു വരുമ്പോ കുറേശ്ശായിട്ട് ആദ്യം അമ്മ പറഞ്ഞു തരും, അച്ഛൻ പറഞ്ഞു തരും, സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും. പിന്നെ മുന്നോട്ട് പോകും തോറും പുറത്തു നിന്നെല്ലാം പറഞ്ഞു തരും, ഇതാണ് ലോകം, ഇതാണ് ലോകം, ഇതാണ് ലോകം. ഒരുപാട് അറിവുകൾ ലോകത്തെ കുറിച്ച് വരും. അപ്പോഴും പൂർണ്ണമൊന്നും ആവില്ല. ഈ ജന്മം കൊണ്ടൊന്നും പൂർണ്ണമാക്കാൻ പറ്റില്ല. കുറെ കണ്ടുകൊണ്ടിരിക്കും, കുറെ അറിയും, കുറെ അറിയില്ല, മരിച്ചും പോകും. പക്ഷേ അവനവനെ കുറിച്ചുള്ള അറിവ് ഒട്ടും കിട്ടുന്നില്ല. അതൊന്നും അറിയാതെ അങ്ങനെ തന്നെ മരിക്കുക. പിന്നെ അടുത്ത ജന്മം, അപ്പോഴും ഒട്ടും അറിയത്തില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്രയോ ലക്ഷക്കണക്കിന് ജന്മങ്ങൾ പോകും. അങ്ങനെ വരുമ്പോ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ചെറിയ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഉപനിഷത്തുകളൊക്കെ ഒന്ന് വായിക്കാൻ തോന്നുന്നതും, ശങ്കരാചാര്യസ്വാമി എന്ന് പറഞ്ഞ ഗുരുവിനെയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ തോന്നുന്നതും, ഒരുപാട് കാര്യങ്ങൾ രാമായണമാസ്തി രാമായണം വായിക്കാൻ തോന്നുന്നു, ഈശ്വര കഥകള്, ഭാഗവതം, നാരായണീയം, ഇതൊക്കെ തോന്നുന്നത് എവിടെയോ ചെറിയ പുണ്യം നമുക്കുണ്ടായതുകൊണ്ട്. പക്ഷെ അത് അവിടെ നിർത്തിക്കളയരുത്. അവിടെ നിർത്തിയിട്ട് അദ്വൈതത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. ദ്വൈതത്തിലേക്ക് പോകരുത്. ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ഈശ്വരൻ അന്വേഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ നടക്കുക. അതിൽ നിന്ന് മാറണം. ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിഞ്ഞ്, ഉറപ്പാണ് ഞാൻ ആ ശക്തിയാണെന്ന് അറിയുന്നൊരു സമയം വരും. ഒരു വിഷമവും ഒരു സങ്കടവും ഇല്ലാതെ ആനന്ദത്തിലിരിക്കുന്ന സമയം വരും. തീർച്ചയായിട്ടും വരും. അതിനുള്ള ശ്രമം നന്നായിട്ട് നടത്തണം. അതിലൊരു സ്റ്റെപ്പാണ് ഇന്ന് ആദ്യം പറഞ്ഞത്. മറ്റുള്ളവരിൽ എൻ്റെ ദുഃഖത്തിനും എൻ്റെ സങ്കടത്തിനും കാരണം മറ്റുള്ളവരാണ് എന്ന ചിന്തയെ അപ്പാടെ മാറ്റുക. ഇന്നത്തെ ക്ലാസ് അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ ചിന്തയെ മാറ്റുക. ആരുമല്ല എൻ്റെ സങ്കടത്തിന് കാരണം, ഞാൻ തന്നെയാണ്. എൻ്റെ സങ്കടമുള്ളവർക്ക്, സങ്കടമില്ലാത്തവർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. സങ്കടമുള്ളവര്, വിഷമമുള്ളവര്, നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളുണ്ടല്ലോ. ഈശ്വരനെ പഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ അസുഖങ്ങൾ കാരണം അതും പറഞ്ഞിട്ടുണ്ട്. പൂർവജന്മത്തില് ഒരുപാട് അങ്ങനെ അസുഖങ്ങൾ വരാവുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് ശാരീരിക അസുഖമായിട്ടും വരും എന്ന് നമ്മൾ പഠിച്ചു. നേരത്തെ പഠിച്ചു, ഏതൊരു ഉപനിഷത്തിൽ പഠിച്ചു, ഞാൻ സ്ഥലം മറന്നുപോയി. നമ്മൾ അതും പഠിച്ചു. ഉദര രോഗങ്ങൾ ഉണ്ടാകാം, കണ്ണിന് രോഗങ്ങൾ വരാം, കൈക്കും കാലിനും രോഗങ്ങൾ വരാം. അതാ ആ സമയത്ത് ചെയ്തിരിക്കുന്ന ചില ദുഷ്കർമ്മങ്ങളുടെ ഫലം സംഭവിക്കാം. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അവനവന്റെ ദുഃഖങ്ങൾക്ക് കാരണം, എന്റെ ദുഃഖത്തിന് കാരണം ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കി ഇനിയുള്ള പഠനം, ഉപനിഷത്ത് പഠനം, ഇനിയുള്ള നമ്മുടെ വേദാന്ത പഠനം കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലേക്ക് ആകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വലിയൊരു സന്ദേശമാണ് ശങ്കരാചാര്യസ്വാമികളിൽ നിന്നും വിവേക ചൂടാമണി കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കാനും ആ പാതയിൽ കൂടി സഞ്ചരിക്കാനും ഭഗവാനും ശങ്കരാചാര്യസ്വാമികളും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നമ്മുടെ കുട്ടികളുടെ രാമായണ പരിപാടിക്കുള്ള സമയമാവുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. അടുത്ത ദിവസം നമുക്ക് വേണ്ടി സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ.